ഹായ്. ഹായ്. അതെ, ഇവിടെ അടുത്തുകൂടിയ ഫാർമസി അറിയാവോ? ഒന്ന് പറഞ്ഞുതരാം. ഫാർമസി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എന്താ പറ്റിയേ? ഫാദറിന് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്നും വയറുവേദനയാണ്. അപ്പോൾ ഡെയിലി പാൻഡപ്രസോൾ കഴിക്കും. ടാബ്ലറ്റ് ഫിനിഷായി. അപ്പോൾ ഇവിടെ ഒരു ഫാർമസി എനിക്കറിയില്ല, അതാണ്. ഡെയിലി അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല ചേട്ടാ. ഒന്ന് ഫാദറിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും കേട്ടോ. കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഡെയിലി പ്രോട്ടോൺ പമ്പിന് വിട്ടുന്ന പാൻഡപ്രസോൾ, മെപ്രസോൾ, റൈപ്രസോൾ ഇങ്ങനത്തെ കഴിക്കുന്ന ഡെയിലി നല്ലതല്ല. അയ്യോ, അങ്ങനെ പ്രശ്നമുണ്ടാ? ഡെയിലി കഴിക്കാൻ പാടില്ല? അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ചേട്ടാ. അച്ഛൻ്റെ മുഖത്ത് നോക്കി നോക്കുക. അച്ഛൻ്റെ മുഖത്ത് എന്തായാലും ഒരു വിളർച്ച ഉണ്ടാവും. അത് നമ്മുടെ ബ്ലഡിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. പിന്നെ മാഗ്നീഷ്യത്തിന്റെ അളവ് കുറയും. മാഗ്നീഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മസിലിന്റെ വീക്ക്നെസ് ഉണ്ടാകാം, മസിൽ ക്രാംസ് ഉണ്ടാകാം. അപ്പൊ ക്ഷീണം വരും ഭയങ്കരമായിട്ട്. അപ്പൊ നടക്കാനും ഭയങ്കര പെയിൻ ഭയങ്കരമായിട്ട് കൂടും. ബ്രെയിൻ ഇഷ്യൂസ് ഉണ്ടാക്കാം. പിന്നെ ഹൈപ്പോ കാൽസ്യം ഉണ്ടാക്കാം. കാൽസ്യത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കാം ഡെയിലി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഫാദർക്ക് ഇതില്ലാതെ പറ്റത്തില്ല. കാരണം ഇത് ഡെയിലി കഴിക്കുന്നതാണ്. ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അതിന്? ഓവർകം ചെയ്യാൻ നമുക്ക് കുറേ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫ്രൈ ആയിട്ടുള്ള ഫുഡ്, മറ്റേ ഫാറ്റി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ സ്മോക്കിങ്, ആൽക്കഹോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിർത്തുക. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നോക്കുക. ഭക്ഷണം പകുതി വരെ കഴിക്കുക, 50% ബാക്കി ഇടുക. അപ്പൊ തന്നെ നമ്മുടെ ആ ഒരു ഏമ്പക്കും മറ്റേ തേട്ടലൊക്കെ എന്തായാലും കുറെ കുറയും. അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ നമുക്ക് എന്തായാലും കുറയാവുന്ന കേസിട്ടുള്ളൂ. അപ്പൊ ഡെയിലി കഴിക്കാതിരിക്കുക. കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഫാദറിനോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ കുറെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നോക്കി ചെയ്യാം. താങ്ക് യു കേട്ടോ, താങ്ക് യു വെരി മച്ച്. ഞാൻ എന്തായാലും ഫാദറിനോട് ഇത് പറഞ്ഞേക്കാം കേട്ടോ. ഒരുപാട് സന്തോഷം. ഓക്കെ. സോറി, ഞാൻ ചോദിക്കാൻ വിട്ടു. നിങ്ങളുടെ പ്രൊഫഷൻ ഞാൻ ചോദിച്ചില്ല. ഐ എം എ ഫാർമസിസ്റ്റ്.